ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ കേസ് ഫയൽ ഹാജരാക്കാൻ NIA കോടതി നിർദ്ദേശം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം നൽകി. കേസ് ഫയൽ പരിശോധിച്ച ശേഷം ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ തീരുമാനമാകും. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വൈകിട്ട് 4 മണിക്ക് വാദം തുടങ്ങും. ശരത്ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ലാൽ, NIAയുടെ തുടർ നടപടികൾ ഏതു രീതിയിലാണ്? അതുപോലെ തന്നെ വാദം എപ്പോഴേക്കാണ് ആരംഭിക്കുന്നത്? അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായോ? ഇന്ന് 11 മണിയോട് കൂടിയാണ് ഇന്ന് കന്യാസ്ത്രീകളുടെ 2 മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ 11 മണിക്ക് ഇത് മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. 12 മണിക്കാണ് ഇത്തരമൊരു ഹർജി മെൻഷൻ ചെയ്തത്. അതിനുശേഷം കോടതി മെൻഷൻ ചെയ്യുകയും ഹർജി പരിഗണിക്കുന്ന കാര്യം ലിസ്റ്റിലിടുകയും ചെയ്തു. അന്നേരം ആ സമയത്താണ് പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഹാജരാവാനും കേസ് ഡയറി കോടതിക്ക് മുമ്പേ നൽകാനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. 4 മണിക്ക് വീണ്ടും കോടതി പരിഗണിക്കും. ഈ കേസ് ഡയറി അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ കഴിയുമോ അല്ല കേസ് ഡയറി പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നതനുസരിച്ചായിരിക്കും കോടതിയുടെ അടുത്ത നടപടിക്രമങ്ങൾ. നിലവിലുള്ള സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ കേസ് ഡയറി ഹാജരാക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ നയം വ്യക്തമാക്കിയതാണ്. അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രധാനമന്ത്രി അടക്കം ഇടപെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന BJPയും പ്രോസിക്യൂഷൻ ഇത് എതിർക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാൽ ഈ കോടതി NIA കോടതി ജഡ്ജിയുടെ ഒരു വിശകലനമാണ്. അദ്ദേഹം എന്തായിരിക്കും ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക എന്നുള്ളതാണ് നോക്കി അറിയേണ്ടത്. ഏതായാലും 4 മണിക്ക് ഈ കോടതി ഈ വിഷയം പരിഗണിക്കും. എന്നാൽ 4 മണിക്ക് പരിഗണിക്കുമ്പോൾ 5 മണിയോടെ കോടതി കഴിയും. കോടതി സമയം വെറും 1 മണിക്കൂർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി നടപടികൾ നാളേക്ക് നീളാനുള്ള സാധ്യതകളും ഏറെയാണ്. ഏതായാലും ശനിയാഴ്ചയും കോടതി NIA കോടതി സിറ്റിംഗ് ഉണ്ട് ബിലാസ്പൂരിൽ. വളരെ അതീവ സുരക്ഷിതരുള്ള കോടതിയാണ് NIA കോടതി ബിലാസ്പൂരിലേത്. ശരി ശരത്ലാൽ, എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്ന് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വൈകിട്ട് 4 മണിക്കാണ് വാദം ആരംഭിക്കുക.